Hello dear students, today we are going to discuss the last chapter of our textbook Issues That Matter, and this chapter belongs to the module 5, Being a Refugee, and this is a short story, and the title of the story is The Child Goes to the Camp. So as we have already discussed in this module, we are discussing, this module is all about the state of being a refugee, their pains or their loneliness for their home country, the situations that they face that can be social, political or environmental reasons, and all those things. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ഫുള്ള് ഡീൽ ചെയ്യുന്നത് ഒരു അഭയാർത്ഥി ആയിരിക്കുന്ന, റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥിയാണ്. അപ്പോൾ ഒരു അഭയാർത്ഥി ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അയാളെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അത് സോഷ്യലി, പൊളിറ്റിക്കലി, എൻവയോൺമെൻ്റലി ഒക്കെ ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ തന്നെ കൾച്ചറും അസറ്റും മറ്റൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പം ആ രാജ്യത്ത് അവരെപ്പോഴും ഒരു അധികപ്പറ്റ് തന്നെ ആയിരിക്കും എത്രയാണെന്ന് പറഞ്ഞാലും. കാരണം അവർക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം കൊടുക്കേണ്ടത് ആ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രോബ്ലംസ് അങ്ങനെയുണ്ട്. പ്ലസ് ഇങ്ങനെ പലായനം ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് മരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആയിരുന്നു നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ഒരു എസ്സേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് റെഫ്യൂജി ബ്ലൂസ് എന്ന് പറഞ്ഞ ഒരു പോയമായിരുന്നു. എ വെരി ബ്യൂട്ടിഫുൾ പോയം ബൈ W.H. ഓഡൻ്റെ ഒരു പോയമായിരുന്നു. റെഫ്യൂജീസ് ആയിട്ട് താമസിക്കേണ്ടി വരുന്നവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചുള്ളൊരു പോയം നമ്മൾ ഡീൽ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ ചൈൽഡ് ഗോസ് ടു ദ ക്യാമ്പ് ബൈ ഗസാൻ ഖനാഫനി എന്ന് പറയുന്ന റൈറ്ററിൻ്റെയാണ്. ക്വിക്ക്ലി യു വിൽ ഗോ ത്രൂ ദ റൈറ്റർ. Ghassan Kanafani, 1936 to 1972, was born into a middle-class Palestinian Christian family which was forced into exile during the Arab-Israeli War in 1948 and had to leave as a refugee when he was 12 years old. So, നമ്മൾ ഓൾറെഡി ആദ്യം മുതലേ കാണുന്നതാണ് ഈ മൊഡ്യൂളിലെ, അല്ലെങ്കിൽ ഈ മൊഡ്യൂൾസിലെ എല്ലാം ഓരോ ചാപ്റ്റേഴ്സിലും അത് എഴുതിയവർക്കെല്ലാം ആ പേഴ്സണലി അവർ അത് അഫക്റ്റ് ചെയ്തവരാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഗസാം ഖനാഫനി എന്ന് പറയുന്ന പലസ്തീനിയൻ ക്രിസ്ത്യൻ റൈറ്ററാണ്. ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു അയാളുടേത്. അപ്പോൾ അറബ് ഇസ്രായേലി വാർ 1948 നടന്നപ്പം അയാൾക്ക് സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വരുവാണ്, റെഫ്യൂജി ആയിട്ട്. അന്ന് അയാൾക്ക് 12 വയസ്സേ ഉള്ളൂ. He drew on this experience as a painter, writer and as a revolutionary. See, അപ്പോൾ ഒരു അഭയാർത്ഥിയായി താമസിക്കേണ്ടി വരുന്ന അയാളുടെ ആ ഒരു എക്സ്പീരിയൻസസ് അതെല്ലാം കൂടി കൂട്ടിയിണക്കി അയാൾ ഭാവിയിൽ ഒരു പെയിൻറ്ററും റൈറ്ററും ഒരു റെവല്യൂഷണറി, സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു റെവല്യൂഷണറി ആയിട്ടൊക്കെ മാറുവാണ്. Until his assassination in a car bomb explosion at the age of 36 by the Mossad, the intelligence agency of Israel, he remained active politically as a journalist and as a leader of the Popular Front for the Liberation of Palestine. See, നമ്മളിപ്പോഴും പാലസ്തീൻ ഇസ്രായേൽ വാർ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന ഈ സമയത്തും. അപ്പം അന്ന് പണ്ട് മുതലേ നിലവിൽ നിന്നിരുന്ന യുദ്ധമാണ്. അപ്പോൾ അയാൾ മരിക്കുന്നതൊരു അസാസിനേഷൻ ആയിരുന്നു. അയാളെ കൊല്ലുന്നതാണ് ഒരു കാർ ബോംബ് എക്സ്പ്ലോഷനുണ്ട്, തീവ്രവാദി ആക്രമണത്തിൽ അയാൾ മരിക്കുകയാണ്. അയാൾക്കന്ന് 36 വയസ്സേ ഉള്ളൂ. അത് നടത്തിയത് മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. അവർ നടത്തിയ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ ഇയാൾ മരിക്കുകയാണ്. അതുവരെ ഇയാൾ ആക്റ്റീവ്ലി പൊളിറ്റിക്കലി അതുപോലെ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, അതിൻ്റെ ഒരു ലീഡറുമായിരുന്നു. അപ്പോൾ അങ്ങനെ ലീഡർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അയാളെ കൊന്നുകളയുന്നത്, അസാസിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു. 36 വയസ്സിൽ തന്നെ അയാളെ കൊല ചെയ്യുവാണ്. Then he wrote a novel titled Men in the Sun and several short stories including All That's Left for You, Zad and Return to Haifa. An anthology of his translated stories is published under the title Palestine's Children. അപ്പോൾ അയാൾ എഴുതിയിരിക്കുന്ന മെയിൻ നോവൽസൊക്കെയാണ് മേജറായിട്ട് പറഞ്ഞ നോവലായ മെൻ ഇൻ ദ സൺ, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഫോർ യു, ഉംസാദ്, റിട്ടേൺ ടു ഹൈഫ. ഇതൊക്കെ അയാളുടെ വെരി ഫേമസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ അയാളുടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കുറേ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അതിൻ്റെ ടൈറ്റിൽ പാലസ്തീൻസ് ചിൽഡ്രൻ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ സ്റ്റോറിയും എടുത്തിരിക്കുന്നത് ആ ഒരു കളക്ഷനിൽ നിന്നാണ്, പാലസ്തീൻസ് ചിൽഡ്രൻ എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നാണ്. ഓക്കെ, ദ സ്റ്റോറി ദ ചൈൽഡ് ഗോസ് ടു ദ ക്യാമ്പ്. അപ്പോൾ ടൈറ്റിലിൽ തന്നെ ഗസാൻ ഖനാഫനി ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ചൈൽഡ് ഉണ്ട്, ഒരു കുട്ടിയുടെ കഥയാണ്. അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാമ്പ്, ഗോസ് ടു ദ ക്യാമ്പ്. അപ്പോൾ എന്ത് ക്യാമ്പാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം. ടേക്കൻ ഫ്രം ദ ആന്തോളജി പാലസ്തീൻസ് ചിൽഡ്രൻ ഈസ് സെറ്റ് ഇൻ എ റെഫ്യൂജി ക്യാമ്പ്.
അഭയാർത്ഥികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ റെഫ്യൂജി ക്യാമ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് പലായനം ചെയ്യുന്നവർ, അവരവിടെ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് ഇങ്ങനെ ഒരു ടെൻറ്റ് പോലുള്ള ടെൻറ്റ് കെട്ടി അവിടെ കുറേ ആൾക്കാർ അവിടെ താമസിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് റെഫ്യൂജി ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെഫ്യൂജി ക്യാമ്പാണ്, പാലസ്തീനിലെ ഒരു റെഫ്യൂജി ക്യാമ്പാണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. In times of hostility where survival supersedes human values, the protagonist, a young boy, fined 5 pounds in the street while collecting leftovers from the market along with his cousin. So directly ഒരു ഇൻട്രഡക്ഷൻ പറയാണ്. അതായത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വെറുപ്പോടു കൂടിയും എന്താണ് പേടിയോടുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അന്ന് അവിടെ ആ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള അവസരമില്ല. അവർക്ക് എപ്പോഴും സർവൈവൽ സൂപ്പർസീഡ്സ് ഹ്യൂമൻ വാല്യൂസ്. സർവൈവ് ചെയ്യുക, എങ്ങനെയെങ്കിലും പിറ്റേ ദിവസത്തേക്ക് ജീവിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു കാര്യം ഹ്യൂമൻ വാല്യൂസിനെയൊക്കെ മറികടക്കുന്ന ഒന്നാണ്. ദ പ്രൊട്ടഗണിസ്റ്റ്, എ യങ് ബോയ്, ഫൈൻസ് 5 pounds ഇൻ ദ സ്ട്രീറ്റ്. സി, അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് ഈ നമ്മുടെ കഥയിലെ നായകനായ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നായകനായ കുട്ടി, ചെറിയ കുട്ടിയാണ്. അവനൊരു 5 pound സ്ട്രീറ്റിൽ വഴിയിൽ വെച്ച് അവന് കിട്ടുവാണ്. അപ്പോൾ ഈ കളക്ടിങ് ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം ദ മാർക്കറ്റ് അലോങ് വിത്ത് ഹിസ് കസിൻ. അവൻ്റെ കസിൻ്റെ കൂടെ മാർക്കറ്റിൽ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിടന്ന് അത് കളക്ട് ചെയ്യാനായിട്ട് പോകുന്ന കുട്ടിയാണ്. അപ്പോൾ അവന് വഴിയിൽ കിടന്ന് 5 pounds കിട്ടുവാണ്. ആസ് വൺ ഓഫ് ദ 18 ഫാമിലി മെമ്പേഴ്സ് ലിവിങ് അണ്ടർ ദ സെയിം റൂഫ്, സ്ക്വാബിങ് ഡെയിലി ഓവർ ലിമിറ്റഡ് റേഷൻസ് ഓഫ് ഫുഡ്, മണി ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, 5 pounds ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സം ഫോർ ദ നറേറ്റർ ടു ഫൈൻഡ്. സി, അവൻ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. 18 അംഗങ്ങളുള്ള ഒരു 18 അംഗങ്ങൾ ഒരേ റൂഫിൻ്റെ താഴെ താമസിക്കുന്ന ഒരു കുടുംബമാണ് അവൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള റേഷൻ ഫുഡിൻ്റെ പേരിലും പൈസയുടെ പേരിലും പത്രത്തിൻ്റെ പേരിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ട്. അതിനാണ് സ്ക്വാബിംഗ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് നോയ്സ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്തോട്ട് 5 pound കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. His refusal to share the money and its eventual fate is an insightful study of how living with the constant threat of death and scarcity can corrupt the strong and the vulnerable alike. See, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്, അവൻ ആ പണം കിട്ടിയ 5 pound ഒരിക്കലും അവൻ്റെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ അവൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിൻ്റെ അവസാനം അവനുണ്ടാകുന്ന അവൻ്റെ തലവിധി, ആ ഒരു ഇവൻച്വൽ ഫെയ്റ്റ്, അതൊക്കെ നമ്മളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇൻസൈറ്റ്ഫുൾ സ്റ്റഡിയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് മരണത്തിൻ്റെയും ത്രെട്ട് ഓഫ് ഡെത്ത് ആൻഡ് സ്കേഴ്സിറ്റി, മരണത്തിൻ്റെയും പട്ടിണിയുടെയും മുൻപിൽ എത്ര സ്ട്രോങ്ങും അതുപോലെ എത്ര വീക്കുമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ഒരുപോലാണ്. അവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ കഥയിലോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. The author skillfully bears the nature of human conflict set amidst the harsh realities of a refugee camp and the insignificance of morality when confronted by hunger. So ഇവിടെ ഈ റൈറ്റർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പറയാറുണ്ട് ഏത് സാഹചര്യത്തിലും ഏത് ബുദ്ധിമുട്ടിലും നമ്മൾ ഒരിക്കലും മനുഷ്യത്വം കൈവിടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഘോരം പ്രസംഗിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പം എന്താണ്, അങ്ങനെയുള്ള എത്രമാത്രം നമ്മൾ നന്മ ചെയ്യുന്നയാളാണെന്ന് പറഞ്ഞാലും ഈ റെഫ്യൂജി ക്യാമ്പ് പോലുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഹ്യൂമൻ വാല്യൂ എന്നൊക്കെ പറയുന്ന സംഭവം ഒന്നുമല്ല, വിശപ്പിൻ്റെ മുൻപിൽ അത് ഒന്നുമല്ലാതെയാവുകയാണ്. ദ സ്റ്റോറി ഈസ് എ ഷാർപ്പ് ഒബ്സർവേഷൻ ഓൺ ദ ഡീഹ്യൂമനൈസിങ് എഫക്ട്സ് ഓഫ് വാർ ആൻഡ് ക്രിട്ടീക്ക് ഓഫ് ദ പോളിസീസ് ദാറ്റ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഡിസ്എൻഫ്രാഞ്ചൈസ്ഡ് ദ പാലസ്തീൻസ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് ഒബ്സർവേഷനാണ്, ഒരു ക്രിട്ടിക്ക് പോലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെയാണ്? മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന, മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യത്വത്തെ തുടച്ചു നീക്കുന്ന, അതാണ് ഡീഹ്യൂമനൈസിങ്. വാർ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള എഫക്ട്സ്, അതിനെക്കുറിച്ചുള്ള ഒരു ഷാർപ്പ് ഒബ്സർവേഷനാണ്. അതുപോലെ തന്നെ എന്താണ്, ഡിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ ഡിസ്ഫ്രാഞ്ചൈസ്ഡ് ആയിട്ടുള്ള പാലസ്തീനിയൻ റൈറ്റ്സ് പോളിസീസിനെയൊക്കെ, അതായത് മനുഷ്യരുടെ കൂടെ നിൽക്കാതെ അവരെ എത്രമാത്രം വിഷമിപ്പിക്കാവോ അത്രയും വിഷമിപ്പിക്കുന്ന ഒരു പോളിസീസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ടും കാണുന്നത്. ഓക്കെ, സോ നൗ വിൽ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ സ്റ്റോറി. ദിസ് ഈസ് ദ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. വെരി ഈസി സ്റ്റോറിയാണ്, കഥയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. ദ ചൈൽഡ് ഗോസ് ടു ദ ക്യാമ്പ്. It was war time. Not war really, but hostility, to be precise. A continued struggle with the enemy. In war, the winds of peace gather the combatants to repose, truce, tranquility, the holiday of retreat,
But this is not so with hostility that is always never more than a gunshot away, where you are always walking miraculously between the shots. That's what it was. Just as I was telling you, a hostile time. So അയാൾ ആ ഒരു കാലഘട്ടത്തെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇറ്റ് വാസ് വാർ ടൈം, യുദ്ധം നടക്കുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ യുദ്ധമല്ല, യുദ്ധം എന്താണ് കഴിഞ്ഞു പോയൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഹോസ്റ്റിലിറ്റി എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ടു ബി പ്രിസൈസ്, ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ കണ്ടിന്യൂഡ് സ്ട്രഗിൾ വിത്ത് ദ എനിമി. യുദ്ധം കഴിഞ്ഞാലും നമ്മൾ യുദ്ധത്തിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് സ്ട്രഗിൾ വിത്ത് ദ എനിമി. ഇൻ വാർ ദ വിൻഡ്സ് ഓഫ് പീസ് ഗ്യാദർ ദ കോമ്പാക്റ്റൻസ് ടു റീപോസ്, ട്രൂസ്, ട്രാൻക്വിലിറ്റി, ദ ഹോളിഡേ ഓഫ് റിട്രീറ്റ്. അതിവിടെ ഇയാൾ പറയുന്നത് വാറിൻ്റെ സമയത്ത് വിൻഡ്സ് ഓഫ് പീസ്, അതായത് സമാധാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം വരും. വിങ്സ് ഓഫ് പീസ് ഗ്യാദർ ദ കോമ്പാറ്റൻസ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് കോമ്പാറ്റൻസ്. ടു റീപോസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക. ട്രൂസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനെയാണ് ട്രൂസ് എന്ന് പറയുന്നത്. ട്രാൻക്വിലിറ്റി എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകുക. അതുപോലെ അതായത് വാറെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും മടുത്ത് കഴിയുമ്പോൾ എന്താണ് കുറച്ച് റെസ്റ്റും അല്ലെങ്കിൽ കുറച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും കുറച്ച് സമാധാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ദിസ് ഈസ് നോട്ട് സോ വിത്ത് ഹോസ്റ്റിലിറ്റി. ദാറ്റ് ഈസ് ഓൾവേസ് നെവർ more than a gunshot away, where you are always walking miraculously between the shots. യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഇട സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഇച്ചിരി സമാധാനം കിട്ടും. പക്ഷേ ഇവർ ജീവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് യുദ്ധത്തെക്കാട്ടിലും അപകടകരമാണ്. അത് യുദ്ധത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. അതിനെക്കാട്ടിലും അപകടകരമാണ്. കാരണം ആളുകൾ തമ്മിലുള്ള വെറുപ്പും ആളുകൾ തമ്മിലുള്ള മത്സരബുദ്ധിയും ഒരിക്കലും അവസാനിക്കുന്നില്ല. അതൊരു ഗൺഷോട്ട് ഒരു വെടി അകലത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ നടക്കുന്ന എപ്പോഴും എപ്പോൾ വേണമെങ്കിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു മനുഷ്യത്വം കാണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത മനുഷ്യരാണ്. അതൊരു പീസ് ബ്രെഡിന് വേണ്ടിയാണെങ്കിലും ബ്രെഡിന് വേണ്ടി തന്നെ കൊല്ലും. അപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്നുള്ളതിന് അവിടെ യാതൊരു വിലയില്ലാതെ വരുവാണ്. കാരണം വിശപ്പും പട്ടിണിയുമാണ് എല്ലാവരെയും അവിടെ നയിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഇറ്റ് വാസ്, ജസ്റ്റ് ആസ് ഐ വാസ് ടെല്ലിങ് യു, എ ഹോസ്റ്റൈൽ ടൈം. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഹോസ്റ്റൈൽ ടൈം അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യക്കാരെയോ യുദ്ധം ചെയ്യുന്നവരെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയല്ല. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ വരെ നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ. Then I lived with 7 brothers, all of them strong. Father didn't much care for his wife, but this may have been because she had borne him 8 children during a hostile time. So ഇവൻ ജീവിക്കുന്നത്, ഇവൻ 7 ബ്രദേഴ്സാണുള്ളത്. എല്ലാവരും നല്ല സ്ട്രോങ് ആണ്. ഫാദർ ഡിഡിൻ മച്ച്, അതായത് ഫാദർ അമ്മയെ വലിയ കാര്യമായിട്ട്, അതായത് ഇവൻ്റെ ഫാദറിൻ്റെ വൈഫ്, അതായത് ഇവൻ്റെ അമ്മയെ വലിയ കാര്യമായിട്ടൊന്നും പരിഗണിച്ചിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ 8 കുട്ടികൾ, ഈ ഒരു ഹോസ്റ്റൈൽ ടൈമിൽ 8 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഫാദർ വലിയ കാര്യമായിട്ട് അമ്മയെ പരിഗണിച്ചിരുന്നില്ല. ദെൻ ദർ വാസ് അവർ ആൻഡ് ആൻഡ് ഹെർ ഹസ്ബൻഡ് ആൻഡ് 5 ചിൽഡ്രൻ ഹു ഓൾസോ ലിവ്ഡ് വിത്ത് അസ്. അതുകൂടാതെ ഇവൻ്റെ 7 ബ്രദേഴ്സ്, അച്ഛൻ, അമ്മ എന്നിവരെ കൂടാതെ അവരുടെ ആൻറ്റി, അതുപോലെ തന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡ് പ്ലസ് 5 ചിൽഡ്രൻ, അങ്ങനെ 5 പേര് അഡീഷണൽ ആയിട്ട് അവരും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ. പ്ലസ് ഇവരുടെ ഓൾഡ് ഗ്രാൻഡ് ഫാദറും. അങ്ങനെ ടോട്ടലാണ് 18 എന്നുള്ള നമ്പർ വരുന്നത്. ഇവർ 7 ബ്രദേഴ്സ് ഉണ്ട്, പ്ലസ് ഇവന് 7 ബ്രദേഴ്സ് ഉണ്ട്, ഫാദർ, മദർ, പ്ലസ് ഇവൻ്റെ ആൻറ്റിൻ്റെ ഹസ്ബൻഡ്, അവർക്ക് 5 കുട്ടികൾ, പ്ലസ് ഗ്രാൻഡ് ഫാദർ. ഇത്രയും വലിയൊരു കുടുംബത്തിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. Whenever he found 5 piastres on the table, and 5 piastres എന്ന് പറഞ്ഞാൽ 5 പൈസയാണ് കേട്ടോ. 5 piastres on the table or in the pocket of one of the many pairs of pants which could be hanging up, he went straight out and bought a newspaper. ഇത് പറയുന്നത് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ്. ഗ്രാൻഡ് ഫാദർ ആരുടെയെങ്കിലും പോക്കറ്റിൽ, അതായത് ആ വീട്ടിലെ ആരുടെയെങ്കിലും പോക്കറ്റിൽ 5 പൈസ കിടക്കുന്ന കണ്ടാൽ, അല്ലെങ്കിൽ ടേബിളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കണ്ടാൽ ചോദിക്കാനും പറയാനൊന്നും പോകില്ല. അത് അന്നേരം എടുക്കും. അതെടുത്തിട്ട് അന്നേരം പോയൊരു പത്രം വായിക്കും, ന്യൂസ് പേപ്പർ വാങ്ങിക്കും. As a matter of fact, he couldn't read, so in order to find out what was going on, he had to have one of us read aloud the latest bad news to him. പത്രത്തിലൊക്കെ അന്ന് നല്ല ന്യൂസ് ഒന്നും വരാനൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് സ്വയം വായിക്കാൻ അറിയത്തില്ല ഗ്രാൻഡ് ഫാദറിന്. പക്ഷേ ഇവരെ കുട്ടികളെ ആരെങ്കിലും വിളിച്ചിരുത്തി അത് വായിപ്പിക്കും. Then at that time, but first let me tell you that it wasn't a hostile time in the sense that you might think.
That is, there wasn't really a war. In fact, there was no war at all. See, ഇവർ താമസിച്ചിരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഹോസ്റ്റൈലാണെന്ന് പറയാൻ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്നത് അവിടെ നടക്കുന്നില്ല. യുദ്ധം കഴിഞ്ഞു ഓൾറെഡി. ഇൻഫാക്ട് ദർ വാസ് നോ വാർ. യുദ്ധത്തിൻ്റെ സമയം അതുകൊണ്ടല്ല ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. The whole thing is that we were 18 people from different generations living in one house, which would have been more than enough at any time. See, ഇവരുടെ ഒരു യുദ്ധം എന്ന് പറയുന്നത് 18 പല പ്രായത്തിൽ പല തരത്തിലുള്ള 18 ആൾക്കാർ ഒരേ വീട്ടിൽ താമസിച്ച് മാനേജ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത്. None of us had managed to find work, and hunger, which you may have heard of, was our daily worry. See, ഇവർക്ക് യുദ്ധമൊന്നും അല്ലായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവർക്ക് ആർക്കും നല്ലൊരു ജോലി കണ്ടെത്താനോ അതുപോലെ തന്നെ വിശപ്പ്, അതായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവർക്ക് ഉണ്ടാകുന്ന വിശപ്പാണ്. ഈ 18 പേർക്ക് ഫുഡ് വേണ്ടേ, അതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ. ദാറ്റ് ഈസ് വാട്ട് ഐ കോൾ എ ഹോസ്റ്റൈൽ ടൈം. സോ അതാണ് ഇയാൾ ശരിക്കും ഒരു ഹോസ്റ്റൈൽ ടൈം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു യുദ്ധത്തിൻ്റെ സമയമല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഒരു നേരത്തെ ഫുഡ് പോലും ഇല്ലാതെ ആ ഒരു അവസ്ഥയാണ്. അതിനെയാണ് ഇയാൾ ഹോസ്റ്റൈൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ടൈം എന്ന് വിളിക്കുന്നത്. You know, there is absolutely no difference. We fought for our food and then fought each other over how it would be distributed amongst us. See, അതായത് പുറമേയുള്ള യുദ്ധവും ഇവരുടെ ഉള്ളിലുള്ള യുദ്ധവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇവർ ഫുഡിന് വേണ്ടി മറ്റുള്ള ലോകം മുഴുവനുമായിട്ട് വഴക്കുണ്ടാക്കും. പ്ലസ് ഇവർ തമ്മിൽ എങ്ങനെ ഇത് പാകം വെക്കണമെന്നുള്ളതിൻ്റെ പേരിൽ തമ്മിൽ ഇവർ വഴക്കുണ്ടാക്കും. Then we fought again. Whenever there was a moment of silence, my grandfather would carefully get his rolled up newspaper out from under his clothes and look at everyone with his small alert eye. See, അപ്പം ഇവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം ഉണ്ടാകും. ആരേതാണ് കഴിക്കേണ്ടത്, ആർക്കാണ് കൂടുതൽ കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ യാതൊരു ഐക്യമില്ല. കാരണം പട്ടിണിയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവനവൻ്റെ വയറ് നിറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വഴക്കിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സൈലൻസ് ഉണ്ടാകുന്നത് ഗ്രാൻഡ് ഫാദർ പതിയെ എവിടെന്നെങ്കിലും ന്യൂസ് പേപ്പർ, അവരുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പർ വയ്യെ എടുക്കും. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒന്ന് സൂക്ഷിച്ചു നോക്കും. ദിസ് മീൻ ദാറ്റ്, അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ പത്രം എടുക്കുന്ന ആ ഗ്രാൻഡ് ഫാദർ അയാളുടെ ഡ്രസ്സിൻ്റെ അകത്തുനിന്ന് പത്രം എടുക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 5 piastres had been pilfered from some pocket if there had been 5 piastres or from somewhere. See, അയാൾ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് അയാളുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പത്രം എടുക്കുന്നതിൻ്റെ അർത്ഥം 5 പിയസ്ട്രാസ് ആരുടെയോ അടുത്ത് നിന്ന് പിൽഫേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോൾ എന്നാണ്. ആരുടെയോ ആ പോക്കറ്റിൽ നിന്ന് ഗ്രാൻഡ് ഫാദർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഒന്നുകിൽ 5 ഇവിടുന്ന്, അല്ലെങ്കിൽ മൊത്തത്തിൽ പലരുടേതിനകത്തുനിന്ന് 5 പൈസ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. എ ക്വാറൽ വുഡ് ഫോളോ. സി, അപ്പോൾ അത് കണ്ടു കഴിയുമ്പം ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പിന്നെ വഴക്കുണ്ടാക്കാൻ ചെല്ലും. ആരുടെയോ അടിച്ചു മാറ്റിയതല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ ചെല്ലും. മൈ ഗ്രാൻഡ് ഫാദർ കെപ്റ്റ് ഹോൾഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ, resisting the nagging voices with the silence of an old man who has lived through all sorts of clamor and quarrels without seeing in them any reason for answering or for concern. സി, അപ്പോൾ എന്താണ്, ഗ്രാൻഡ് ഫാദർ ഇതൊന്നും കേട്ടതായിട്ടേ നടിക്കില്ല. അയാൾ ആ ന്യൂസ് പേപ്പർ കയ്യിലും പിടിച്ചോട്ട് ഈ കുറ്റം പറയുന്ന നാഗിങ് ആയിട്ടുള്ള വോയിസസ് എല്ലാം കേട്ട് ഒരു അക്ഷരം മിണ്ടാതെ, ഇതെല്ലാം ഞാൻ എത്ര കേട്ടേക്കുന്നതാണ്, ഇതുപോലുള്ള ക്ലാമറും വഴക്കും ഒക്കെ ഞാൻ എത്രമാത്രം കേട്ടേക്കുന്നത്, ഇതൊന്നും വലിയ കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. ദെൻ വെൻ ദ നോയ്സ് ഹാഡ് ക്വിറ്റഡ് ഡൗൺ ഹി വുഡ് ലീൻ ടുവേർഡ്സ് ദ നിയറസ്റ്റ് ചൈൽഡ്. സി, അപ്പോൾ കുറച്ച് നേരം വഴക്കുണ്ടാക്കിയിട്ട് ഇവർ തന്നെ നിർത്തും. അപ്പോൾ ഇയാൾ ഏറ്റവും അടുത്തിരിക്കുന്ന കുട്ടിയോട്, he didn't however trust girls എന്നും കൂടെ അവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളുണ്ടായിരുന്നു, പക്ഷേ പെൺകുട്ടികളെ ഗ്രാൻഡ് ഫാദറിന് വലിയ വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്ന ആളോട് ഇത് കൊടുക്കും. ആൻഡ് ഗീവ് ഹിം ദ ന്യൂസ് പേപ്പർ ഓൾവേസ് കീപ്പിംഗ് ഹോൾഡ് ഇറ്റ് ബൈ ദ എഡ്ജ് സോ നോ വൺ വുഡ് ടേക്ക് ഇറ്റ് ഫ്രം ഹിം. സി, അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് അത് വായിച്ച് കേൾപ്പിക്കാനും പറഞ്ഞ് കൊടുക്കും. പക്ഷേ ഒരു കൈ കൊണ്ട് എപ്പോഴും അതിൻ്റെ അറ്റത്ത് വയ്യ ഒന്ന് പിടിച്ചേക്കും, കാരണം ആരും അടിച്ചെടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നൗ വി ആർ ഡയറക്ട്ലി മൂവിങ് ഓൺ ടു ദ നറേറ്റർ. ഈ കഥ പറയുന്ന ആളാണ് നമ്മുടെ സ്റ്റോറിയുടെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്ന കഥ പറയുന്ന ആളാണ്. ഓക്കെ, ഇസാം ആൻഡ് ഐ വെയർ 10 years old. സി, ഈ കുട്ടിയുടെ പേര് ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നറേറ്റർ എന്ന് പറഞ്ഞ് വേണം ആൻസേഴ്സ് ഒക്കെ ചെയ്യുമ്പം പറയാനായിട്ട്. ഓക്കെ, ആൻഡ് ഇസാം ആൻഡ് ഐ വെയർ 10 years old. സി, വേറൊരു കുട്ടിയുടെ പേര് പറയാണ് ഇസാം എന്നുള്ളൊരു പേര് പറയാണ്. ഇസാമും നമ്മുടെ കഥ പറയുന്ന നറേറ്ററും. ഇസാം ആൻഡ് ഐ വെയർ 10 years old. സോ ഇവർ രണ്ടുപേരും 10 വയസ്സ് ആയ കുട്ടികളാണ്. He was a little bigger than I was and still is, and he considered himself the leader of his brothers
മൈ കസിൻസ് ജസ്റ്റ് ആസ് ഐ കൺസിഡർ മൈസെൽഫ് ദ ലീഡർ ഓഫ് മൈ ബ്രദേഴ്സ്. സീ, അപ്പം ഇസാമും നമ്മുടെ ഈ കഥ പറയുന്ന ഈ നരേറ്ററും ഇവരായിരുന്നു ഒരേ പ്രായത്തിൽപ്പെട്ടവർ. അപ്പം ഇസാം എന്ന് പറയുന്ന ആ കുട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ആ വീട്ടിൽ താമസിക്കുന്ന ആൻറ്റി ഉണ്ട്, അങ്കിളുണ്ട്. അങ്കിളുടെ 5 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ 5 മക്കളിൽ ഒരാളാണ് ഇസാം. അപ്പം ഇസാമിന് കുറച്ച് സൈസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ബ്രദേഴ്സിൻ്റെ, അതായത് ഈ നമ്മുടെ നരേറ്ററിൻ്റെ കസിൻസാണ് അവർ. അപ്പോൾ അവൻ്റെ ബ്രദേഴ്സിൻ്റെ ഇടയിലെ വലിയ ലീഡറായിട്ടാണ് അവൻ സ്വയം കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നരേറ്ററിന് 7 ബ്രദേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നരേറ്ററിൻ്റെ ബ്രദേഴ്സിലെ ലീഡറായിട്ടാണ് ഈ നരേറ്ററും സ്വയം കാണുന്നത്. ഓക്കെ. ആഫ്റ്റർ ലോങ് എഫേർട്സ് മൈ ഫാദർ ആൻഡ് മൈ ആൻറ്റ്സ് ഹസ്ബൻഡ് ഫൈനലി ഫൗണ്ട് എ ഡെയിലി ടാസ്ക് ഫോർ അസ്. സീ, അപ്പോൾ ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം. പലരും കൂടി പണിയെടുത്തിട്ട് വന്നിട്ടാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മുടെ നറേറ്ററിൻ്റെ ഫാദറും അതുപോലെ തന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡ്, അതായത് ഇസാമിൻ്റെ അച്ഛനും, ഇവർ രണ്ടുപേരും കൂടി ഇവർക്ക് 2 പേർക്കും കൂടി ഒരു പണി കണ്ടുപിടിച്ച് കൊടുക്കുകയാണ്, ഒരു ഡെയിലി ടാസ്ക്. Together we were to carry a big basket and walk for about an hour and a quarter until we came to the vegetable market sometime in the afternoon. So അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു വലിയൊരു ബാസ്ക്കറ്റ് കൊടുത്തു വിടുവാണ്. എന്നിട്ട് അതുകൊണ്ട് ഒരു 1.25 മണിക്കൂർ യാത്ര ചെയ്യും. 1.25 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു വെജിറ്റബിൾ മാർക്കറ്റ് ചെല്ലും. അതായത് ഒരു ഉച്ച തിരിയുമ്പോഴത്തേക്കും അവിടെ ചെല്ലും. You don't know what the vegetable market was like. The shops were beginning to close their doors and the last of the trucks loaded with what was left from the day were getting ready to leave the crowded streets. ഈ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അപ്പോൾ കടകളൊക്കെ അടയ്ക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ലോറികളിൽ ഈ പച്ചക്കറിയൊക്കെ കയറ്റി പല സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ടൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. Our job, that is mine and Izam's, was easy and difficult at the same. അപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി ഒരു കൊട്ട കൊടുത്ത് വിട്ടേക്കുവാണ്. അപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഈസിയാണ്, പക്ഷേ എന്നിരുന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ. വി ഹാഡ് ടു ഫൈൻഡ് സ്റ്റഫ് ടു ഫിൽ അവർ ബാസ്ക്കറ്റ്. ഇതാണ് അവരുടെ ജോലി. അവർ ആ ബാസ്ക്കറ്റ് നിറച്ചും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഫില്ല് ചെയ്യണം. From in front of the shops or behind the cars, even from the top of the tables if the owner happened to be taking a nap or was inside his store. See, അവർ ആ ചാക്ക് നിറച്ച് സാധനങ്ങളുമായിട്ട് വേണം വീട്ടിൽ ചെല്ലാൻ. അത് അത് കടകളിൽ നിന്ന് എടുക്കുന്നതാകാം, അല്ലെ കടകളുടെ മുമ്പിൽ കിടക്കുന്നതാകാം, കാറുകളുടെ പുറകിൽ കിടക്കുന്നതാകാം, അല്ലെങ്കിൽ ഈ ഓണർമാരുടെ ടേബിളിൽ അവർ കിടന്നൊരു പയ്യെ ഉറങ്ങുമ്പോൾ അവിടുന്ന് അടിച്ചു മാറ്റുന്നതാകാം, അല്ലെങ്കിൽ അയാളുടെ സ്റ്റോറിൽ നിന്ന് എടുക്കുന്നതാകാം. അപ്പം എങ്ങനെ വേണമെങ്കിലും ആകാം, പക്ഷേ ആ ബാസ്ക്കറ്റ് നിറച്ചും സാധനങ്ങൾ നിറച്ചുകൊണ്ട് വരണം എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ. And I tell you, it was a hostile time. You don't know how a fighter runs between shots all day long. See, അപ്പോൾ ഇയാൾ ഓൾറെഡി നമ്മുടെ നരേറ്റർ പയ്യൻ ഓൾറെഡി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടം പിടിച്ച സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. Izam would shot off like an arrow just in order to snatch a torn head of lettuce or a bunch of onions or maybe even some apples from between the wheels of the truck which was about to move. അപ്പോൾ ഈ പിള്ളേർ 2 പേരും ഇങ്ങനെ നോക്കിയിരിക്കും, ഇസാമും നരേറ്ററും കൂടി. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പൊടി സാധനം, ഇപ്പോൾ ലോറിയിലൊക്കെ കയറ്റുമ്പോഴൊക്കെ ഇച്ചിരി സാധനം താഴെ വീടില്ലേ, അത് ചിലപ്പോൾ ഒരു ഇലക്കറി, ലെറ്റ്യൂസ് എന്ന് പറയുന്ന ഇലവർഗ്ഗമാണ്, അതിൻ്റെ ഒരു തലയാകാം, അല്ലെങ്കിൽ ഒരു കുറച്ച് ഉള്ളിയാകാം, അതും അല്ലെങ്കിൽ കുറച്ച് ആപ്പിളാകാം. അത് ട്രക്കിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കയറ്റുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചാടിപ്പോവില്ലേ. അപ്പോൾ ഇസാം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി, ഇവൻ്റെ കയ്യിൽ ബാസ്ക്കറ്റ് ഏൽപ്പിച്ചിട്ട് ഇസാം ഓടിച്ചെന്ന് അതെടുക്കും. ട്രക്ക് പോകുന്നതിന് ഇപ്പുറം തന്നെ അത് ഓടിച്ചെന്ന് എടുക്കും. ആൻഡ് മൈ റോൾ വാസ് ടു ഹോൾഡ് ഓഫ് ദ ഫിയൻസ് അതർ ചിൽഡ്രൻ. ഫിയൻസ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ള മറ്റുള്ളവരാണ്. അതായത് ഈ 2 കുട്ടികൾ മാത്രമല്ല, വേറെ വീടുകളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ നരേറ്ററിൻ്റെ റോൾ എന്നാന്ന് വെച്ചാൽ, ഇസാം ഇത് പോയി എടുക്കുന്ന സമയത്ത് നരേറ്റർ മറ്റുള്ളവരെ തടഞ്ഞു വെക്കണം. അതായത് ഇതുപോലെ തന്നെ പറക്കാൻ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ ഫുഡ് കൊണ്ടുപോകാനായിട്ട് വരുന്ന കുട്ടികളെയൊക്കെ തടഞ്ഞു വെക്കണം, എന്നാലേ ഇവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ നരേറ്ററിൻ്റെ ജോബ് എന്ന് പറയുന്നത്. If they tried to get hold of an orange, I would spot it in the mud before them. See, അതായത് നിലത്ത് ഈ പിള്ളേരെ എവിടെയെങ്കിലും ഒരു ഓറഞ്ച് എന്തെങ്കിലും കിടക്കുന്ന കണ്ടാൽ അവരെടുക്കുന്നതിന് മുൻപേ തന്നെ ഈ ഓർഡർ എടുത്തിരിക്കണം. അതാണ് അവൻ്റെ ഡ്യൂട്ടി. We worked all afternoon. Izam and I fight off the other children or the shop owners to the truck drivers, sometimes even with the police. The rest of the time I fought with Izam. See, അപ്പോൾ അയാൾ പറയുന്നത് വളരെ കോമിക്കലായിട്ടാണ്. ഉച്ച വരെ ഫുള്ള് പണിയെടുക്കും, ഉച്ച കഴിഞ്ഞാൽ ഫുൾ ടൈം പണിയെടുക്കും.
ഇസാമും ഈ നറേറ്ററും കൂടെ മറ്റുള്ള കുട്ടികളുമായിട്ട് വഴക്കിടേണ്ടി വരും. ചിലപ്പോൾ ഷോപ്പ് ഓണേഴ്സുമായിട്ട് വഴക്കുണ്ടാകും, ട്രക്ക് ഡ്രൈവേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാകും, ചിലപ്പം പോലീസുമായിട്ട് തന്നെ വഴക്കുണ്ടാകാറുണ്ട്. അങ്ങനെ ഇവർ ആ ബാസ്ക്കറ്റ് നിറയ്ക്കും. ഇനി ഇവരാരുമായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും ഇല്ലെങ്കിൽ ഇവർ തമ്മിലും വഴക്കുണ്ടാക്കാറുണ്ട് എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അന്നത്തെ ആ സമയം എന്ന് പറയുന്നത് വളരെ ഹോസ്റ്റൈലാണ്. ആർക്കും ആരോടും യാതൊരു കടപ്പാടും സ്നേഹവും ഇല്ലാത്തൊരു സമയമാണ്. ഓക്കെ, സോ ദേ വിൽ ഈവൻ ദേ യൂസ് ടു ഫൈറ്റ് ഈച്ച് അതർ. അവർ തമ്മിൽ വേണമെങ്കിലും ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, ദെൻ that was a hostile time. I tell you this because you don't know. The world at that time had turned upside down. See, ലോകം മുഴുവൻ അതൊരു യുദ്ധമൊക്കെ ആയിട്ട് മൊത്തം എല്ലാവരും പൂർണ്ണമായിട്ടും അടിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞ സമയമാണ്. യുദ്ധം കാരണം എല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ്. നോ വൺ എക്സ്പെക്റ്റഡ് എനി വിർച്യു. ആരും ആരിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കുന്നേയില്ല. കാരണം നന്മ എന്ന് പറയുന്നത് അന്ന് കാണാനില്ല. This would have seemed too ridiculous. Ridiculous എന്ന് പറഞ്ഞാൽ ഫണ്ണി. This itself was virtue's triumph. Fine. So അതായത് അവർ തമ്മിലെന്ന് വെച്ചാൽ ഇത് നമുക്ക് കേൾക്കുന്നവർക്ക് നിങ്ങളിപ്പോൾ വായിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് എന്തൊരു കൂത്താണ്, ഇത് അല്ലെങ്കിൽ എന്തൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് നന്മ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ അതങ്ങനെയായിരുന്നു. When a man dies, so too does virtue. No? Well then, let's suppose that in a hostile time it was your job to safeguard the first and foremost virtue, which is to keep yourself alive. Everything else is secondary. But in a time of continuous hostilities, nothing is secondary. Everything comes first. See? അപ്പോൾ ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെയുള്ള അപകടം പിടിച്ച അവസ്ഥകളിൽ യുദ്ധമൊക്കെ കഴിഞ്ഞുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഏറ്റവും ആദ്യത്തെ വിർച്യു എന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ ജീവനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. യു ഹാവ് ടു കീപ് യുവർ സെൽഫ് അലൈവ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിർച്യു. ബാക്കി എല്ലാം സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇനി കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു നന്മയില്ലാതെ അപകടങ്ങൾ മാത്രം വരുന്ന അവസ്ഥയാണെങ്കിൽ ഒന്നും സെക്കൻഡറി ആയിട്ട് വെക്കാനില്ല. ജീവൻ നോക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, now once the basket was filled, it was up to us to carry it back home. This was to be everybody's meal on the following day. അപ്പം ഇങ്ങനെ ഈ നമ്മുടെ കുട്ടികളായ ഇസാമും നറേറ്ററും ഇവർ രണ്ടുപേരും കൂടി ഇതിങ്ങനെ ബാസ്ക്കറ്റ് കളക്ട് ചെയ്ത് അത് ഫില്ലായിട്ട് കഴിയുമ്പം ഇവർ വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവർക്കും അന്ന് കഴിക്കാനുള്ള ഫുഡെന്ന് പറയുന്നത് അതാണ്. But of course, Izam and I had agreed between ourselves that we would eat the best of whatever was in the basket on the way home. അപ്പോൾ ഈ കുട്ടികൾ ഇവർ തമ്മിൽ വലിയ നന്മയും സ്നേഹമൊന്നുമില്ല, പക്ഷേ ഇവർ തമ്മിൽ ഒരു അഗ്രിമെൻറ്റ് വെച്ചിരിക്കുകയാണ്. അതായത് ഇവർ ബാസ്ക്കറ്റിൽ കളക്ട് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ഫുഡ് എന്താണോ അത് ഇവർ ആദ്യം കഴിക്കും. അതായത് ഇവർ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഈ ബാസ്ക്കറ്റും കൊണ്ട് പോകുന്ന വഴിക്ക് ഇവർ രണ്ടുപേരും കൂടെ അത് കഴിക്കും എന്നുള്ളത് അവർ തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് ഫുഡ് കിട്ടുള്ളൂ. There was never any objection to this agreement from either of us, and we never gave our secret deal away. ഇത് നമ്മൾ ഈ രണ്ട് കുട്ടികൾ ഇസാമും നറേറ്ററും തമ്മിലുള്ള ഒരു സീക്രട്ട് ഡീലാണ്. എന്ത് സാധനം കിട്ടിയാലും അതിൽ ഏറ്റവും അവസാനത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ചിലപ്പോൾ ആപ്പിൾസ് ഒക്കെ ആയിരിക്കാം, അത് ഇവർ കഴിച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. ഇത് ഇവർ തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റാണ്. ആരും അതിന് തടസ്സമൊന്നും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് യാതൊരു ഒബ്ജക്ഷനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു സീക്രട്ട് ഡീലായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വീട്ടിൽ ചെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇവരെങ്ങനെയാണെന്നുള്ളത്. രണ്ടുപേരും നല്ല ടൈപ്പിലാണ് ആ കാര്യത്തിൽ പോകുന്നത്. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ വി വെർ ടുഗദർ ഇൻ എ ഹോസ്റ്റൈൽ ടൈം. അവർ ഒരുമിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയില്ല. Now winter was very hard that ill-fated year, and we were carrying a very heavy basket. I haven't forgotten this. It was like falling into a trench during a battle, a trench that held you like a bed. See, അപ്പം അതൊരു ഭയങ്കര മോശപ്പെട്ട വർഷമായിരുന്നു, ഇൽഫേറ്റഡ് ആയിട്ടുള്ള ഇയർ ആയിരുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റും കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ആൻഡ് ആ ഒരു ഹെവി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയ കുഴിക്കകത്തോട്ട് വീഴുന്ന പോലെയാണ് യുദ്ധത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ബെഡ് പോലെ തോന്നുന്ന അത്രയും സാധനങ്ങളുണ്ട് അതിനകത്ത്. I ate the apples and we left through the market gate and went out into the main streets. അപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ആപ്പിൾസ് ഉണ്ടായിരുന്നു. ആപ്പിൾസ് ഈ കുട്ടി തിന്നുവാണ്. അത് കഴിഞ്ഞിട്ട് അവർ മാർക്കറ്റിൻ്റെ ഗേറ്റിൽ നിന്ന് പുറത്തോട്ട് വന്ന് മെയിൻ സ്ട്രീറ്റിലോട്ട് വരുവാണ്. We spent nearly 10 minutes in the middle of the people, cars, buses and shop fronts without exchanging a word. The basket was really heavy and both of us were completely absorbed in eating our apples when suddenly. അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന് മാർക്കറ്റിൻ്റെ പുറത്ത് മെയിൻ സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് ഈ ബാസ്ക്കറ്റ് വെച്ചു.
ആൾക്കാരുടെയും കാറുകളുടെയും ബസ്സുകളുടെയും ഒക്കെ നടുക്ക് ഇവരിങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ നിന്ന് ഈ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാസ്ക്കറ്റ് ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ആപ്പിൾ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോഴാണ് ഒരു കാര്യം സംഭവിച്ചത്. But no, I can't describe it. It's absolutely indescribable. It's as if the enemy had you at sword point and you were unarmed and defenseless. And then just at the instant you find yourself in your mother's arms. അയാൾ പറയാണ്, എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അബ്സല്യൂട്ട്ലി ഡിസ്ക്രൈബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അന്നേരം നടന്നത്. എന്നിട്ട് അയാൾ പറയാണ് അത് എന്തുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശത്രു നമ്മളെ ഇങ്ങനെ വാളിൻ്റെ മുൾമുനയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാളില്ല, യുദ്ധം ചെയ്യാനൊന്നുമില്ല, നിങ്ങളിങ്ങനെ യാതൊരു രീതിയില്ലാതെ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പം പെട്ടെന്നൊരു നിമിഷം കണ്ണടച്ച് തുറന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മയുടെ മടിയിൽ വളരെ സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നൊടിയിടെ കൊണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് മാറുന്നത് പോലെ തന്നെ സംഭവിച്ചൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇനിയാണ് പറയുന്നത്, ലെറ്റ് മീ ടെൽ യു വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചതെന്ന് പറയാണ്. Izam and I were carrying the basket, just as I said, and there was a policeman standing in the middle of the road. The street was wet and we had no shoes. Perhaps it was because I was looking at the policeman's thick, heavy shoes, but anyway, suddenly I saw it there under his shoes. It was about 6 meters away, but I knew, maybe from the color, that was more than 1 pound. See, അപ്പം ഇയാൾ പറയാണ്, ഈ കുട്ടി പറയാണ്, ഇസാമും ഈ കുട്ടിയും കൂടി ഈ ബാസ്ക്കറ്റ് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അവർ വഴിയുടെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റോഡിൻ്റെ നടുക്ക് ഒരു പോലീസ്മാൻ നിൽക്കുന്നത് ഈ കുട്ടി കണ്ടു, അതായത് നമ്മുടെ നറേറ്റർ കണ്ടു. അപ്പോൾ സ്ട്രീറ്റ് ഇങ്ങനെ നനഞ്ഞ് കിടക്കുവാണ്, സ്ട്രീറ്റ് വെറ്റാണ്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കാലിലിടാൻ ചെരുപ്പോ ഷൂസോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി പോലീസ്മാൻ്റെ ഷൂവിലോട്ട് നോക്കി, നല്ല ഷൂ ആണല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ പെട്ടെന്ന് ഷൂ അല്ല, അതിൻ്റെ ഷൂസിൻ്റെ അടിയിൽ ഒരു 6 മീറ്റർ അകലമുള്ളൂ, 6 മീറ്റർ അകലത്തിലായിട്ട് ഒരു കളറ് കണ്ടു. ആ കളറ് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി അത് പൈസയാണ്. അത് 1 പൗണ്ട് കൂടുതലും ഉണ്ട്. ദൂരേന്ന് കണ്ടത് ഇവന് പെട്ടെന്ന് പിടികിട്ടി. പോലീസ്മാൻ്റെ ഷൂസിൻ്റെ അടിഭാഗത്ത് മാറി ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ ഇത് കാണാം, 1 പൗണ്ട് കാണാം, നിലത്തിങ്ങനെ കിടക്കുവാണ്. Then in situations like this we don't stop and think. People talk about instinct. നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റിനെ കുറിച്ച് പറയാറില്ല. അതായത് ചില സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകും ചില കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കാപ്പുറത്ത് നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വീടില്ല. അതൊക്കെ ഇൻസ്റ്റിങ്ക്റ്റാണ്, നമ്മുടെ ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്. ചിലർ എല്ലാ കാര്യത്തോടും പെട്ടെന്ന് കൗണ്ടർ അടിക്കുക അന്നേരം തന്നെ, അതൊക്കെ ജന്മനാ ഉള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, അത് ഫൈനാണ്. അതുപോലെ തന്നെയാണ് ഈ കുട്ടിയും ചെയ്തത്. I don't know if the color of paper money has anything to do with that instinct, but it does have a connection with the kind of savage force, crime, the power to strangle someone in a moment, which is there deep inside every one of us. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലുള്ളതുപോലെ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ് ഉണ്ടായിരുന്നു, ഒരു പെട്ടെന്നുണ്ടായ ഒരു ഫോഴ്സ്. എങ്ങനെയെങ്കിലും കുറ്റകരമാണെന്നറിയാം, എന്നിരുന്നാലും എങ്ങനെയെങ്കിലും ഇത് കൈക്കലാക്കണം. അത് പൈസയാണെന്ന് മനസ്സിലായി, എത്ര ഉണ്ടെന്നോ എങ്ങനെ ഉണ്ടെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അത് കൈക്കലാക്കണമെന്ന് വിചാരിക്കുകയാണ്. What I do know is that a man in a hostile time doesn't think when he sees a paper bill under a policeman's shoes, even if he is 6 meters away and carrying a basket of rotten vegetables. See, അപ്പോൾ ഈ കുട്ടി പറയാണ്, ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ ഉള്ള സമയങ്ങളിൽ ഒരാൾ ഒരു പോലീസ്മാൻ്റെ ഷൂസിൻ്റെ കീഴിൽ ഒരു പേപ്പർ ബില്ലെന്ന് ഉദ്ദേശിക്കുന്ന കറൻസി നോട്ടിനെയാണ്, ഒരു കറൻസി നോട്ട് കണ്ടു കഴിഞ്ഞാൽ അയാൾ അത് എത്രമാത്രം ദൂരത്താണെന്നോ ഇവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ ഇവൻ ആരാണെന്നോ പോലും മറന്നു പോകും. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. അത് തന്നെയാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. ഐ ത്രൂ അവേ ദാറ്റ് വാട്ട് വാസ് ലെഫ്റ്റ് ഓഫ് ദ ആപ്പിൾ ആൻഡ് ഡ്രോപ്പ് ദ ബാസ്ക്കറ്റ്. Izam staggered under the sudden weight of the basket which I left in his hands, though perhaps he had spotted the money only a second after I had. See, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കയ്യിലൊരു ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആപ്പിൾ ഒറ്റ നൊടിയിട കൊണ്ട് ആ പയ്യൻ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ബാസ്ക്കറ്റ് രണ്ടുപേരും കൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവൻ നിലത്ത് വെച്ചു. അപ്പോൾ പെട്ടെന്ന് ഒറ്റ വെയിറ്റ് മുഴുവൻ വന്നപ്പോഴത്തേക്ക് ഇസാം ഒന്ന് നടുങ്ങുവാണ്, ഒന്ന് സ്റ്റാഗർ ചെയ്തിട്ട് സഡൻ വെയിറ്റ് വന്നപ്പോൾ സ്റ്റാഗർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞായിരിക്കും ഇവൻ കണ്ടു കഴിഞ്ഞ് രണ്ടാമതാണ് ഇസാം നമ്മുടെ ഈ കിടക്കുന്ന മണി കണ്ടത്. ബട്ട് ഐ ഹാഡ് ഓൾറെഡി പൗൺസ്ഡ് ഓൺ ദ നോട്ട്. പൗൺസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ പൂച്ചയ്ക്ക് ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ ചാടത്തില്ലേ, അതുപോലെ ഇവൻ ഒരു നൊടിയിട കൊണ്ട് ഇവൻ ആ പോലീസുകാരൻ്റെ കാലിൻ്റെ ആ ഒരു സൈഡിലൂടെ വന്ന ആ നോട്ടിൻ്റെ മുതുക്കത്തോട്ട് പൗൺസ് ചെയ്ത് വീഴുവാണ്.
compelled by this unknown force that makes the rhinoceros to charge blindly. See, നമ്മൾ പറയാറുണ്ട് ഈ റൈനോസേഴ്സ് എന്ന് പറയുന്ന ജീവികൾ ഈ കണ്ണ് എങ്ങോട്ടാ പോകുന്നത് എന്താ നോക്കുന്നതെന്ന് അറിയാതെ ഒറ്റ അടിക്കങ്ങ് എല്ലാം അടിച്ച് നിരത്തി പോവുകയെന്ന്. അതുപോലെ തന്നെ എന്താ ഏതാണെന്ന് ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല, അതിന് മുമ്പേ ചാടി ആ നോട്ട് എടുക്കുകയാണ്. ഐ വാണ്ടഡ് ഇറ്റ് മോർ ദാൻ എനിത്തിങ്. സി, അത്രയും പൈസ എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. അതൊരു പൗണ്ട് ആണെങ്കിലും ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. I bumped up against the policeman's legs with my shoulder so that he fell back in alarm. See, അപ്പം പതിയെ പോലീസ്മാൻ്റെ കാലയിൽ പയ്യെ ഷോൾഡർ വെച്ചൊന്ന് തട്ടുവാണ്. അപ്പോൾ അതനുസരിച്ച് I lost my balance but I didn't fall at that instant. Just when the foolish thing that it's all over, I saw it. 5 pounds. See, ആ പോയ വഴിക്ക് പതിയെ പോലീസുകാരൻ്റെ ഒരു തട്ട് കൊടുക്കണം. അപ്പോൾ അയാളും ഒന്ന് വേച്ചുവാണ്, അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന്. എന്നിട്ട് ഇവനും പയ്യെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ വീണ വഴിക്ക് അവൻ നോക്കുകയാണ്. 1 പൗണ്ടൊന്നുമല്ല, 5 പൗണ്ട് കിടക്കുവാണ്. ഓൾ ഐ ഹാഡ് ടു ഡു വാസ് പിക്ക് ഇറ്റ് അപ്പ് ആസ് ഐ ഫെൽ. സി, വീണ വഴിക്ക് രണ്ടാമത് ചിന്തിക്കാനും നിന്നില്ല, വീണ വഴിക്ക് അവനത് പറക്കിയെടുത്തു. ബട്ട് ഐ ഗോട്ട് അപ്പ് ഫാസ്റ്റർ ദാൻ ഐ ഫെൽ ആൻഡ് ഐ റാൻ ഫാസ്റ്റർ ദാൻ ഐ ഗോട്ട് അപ്പ്. സി, അതായത് വീണതിലും പെട്ടെന്ന് എഴുന്നേറ്റതിലും പെട്ടെന്ന് ഓടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റതിലും സ്പീഡിൽ അവൻ ഓടുവാണ്. പ്രാക്ടിക്കലി ദ വേൾഡ് ബിഗൺ ടു റൺ ആഫ്റ്റർ മീ. സി, അപ്പം അവനാണെങ്കിൽ തോന്നുവാണ് ലോകം മുഴുവൻ അവൻ്റെ പുറകെ ഓടുവാണെന്ന്. ദർ വാസ് ദ പോലീസ്മാൻസ് വിസിൽ ആൻഡ് ദ സൗണ്ട് ഓഫ് ഹിസ് ഷൂസ് പൗണ്ടിങ് ഓൺ ദ സ്റ്റോൺസ് ഓഫ് ദ സ്ട്രീറ്റ് റൈറ്റ് ബിഹൈൻഡ് മീ. സി, പോലീസുകാരൻ അവൻ്റെ പുറകെ തള്ളിയിട്ടിട്ട് ഓടിയതല്ലേ, അപ്പോൾ അവൻ്റെ പുറകെ ഓൾറെഡി ഓടുവാണ്. അപ്പോൾ ഷൂസിൻ്റെ സൗണ്ടും അയാൾ വിസിലടിക്കുന്ന സൗണ്ട്, കാരണം പോലീസുകാരുടെ കയ്യിൽ വിസിലുണ്ട്, വിസിലടിക്കുന്ന സൗണ്ടൊക്കെ ഇവർ തൊട്ട് പുറകെ കേൾക്കാം. ആൻഡ് ഇസാം സ്ക്രീംഡ്. ഇസാം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഒരു കുട്ടി, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ അലറുവാണ്. ദ ബസ്സസ് റാങ് ദെയർ ബെൽസ്. ബസ് ഉണ്ടായിരുന്നു, നിർത്തിയിട്ടിരുന്ന ബസ്സെല്ലാം മണിയടിച്ചു. പീപ്പിൾ വെയർ ഷൗട്ടിങ്. ആൾക്കാരെല്ലാം ബഹളം വെക്കുകയാണ്. ഇവൻ തിരിഞ്ഞേ നോക്കുന്നില്ല, അവൻ ഓട്ടമാണ്. വേർ ദേ റിയലി റൈറ്റ് ബിഹൈൻഡ് മീ. സി, അപ്പോൾ അവന് ടെൻഷനാണ്. ഇവർ ശരിക്കും പുറകെ തന്നെ ഉണ്ടോ എന്നുള്ളൊരു ടെൻഷനാണ് അവനുള്ളിലുള്ളത്. യു ക്യാൻ സേ ആൻഡ് നെയ്തർ ക്യാൻ ഐ. സി, അവൻ തിരിഞ്ഞു നോക്കാനൊന്നും നിന്നില്ല. ഈ ശബ്ദങ്ങളൊക്കെ അവൻ കേൾക്കുന്നുണ്ട്, പക്ഷെ നിന്നേയില്ല, ഭയങ്കര ഓട്ടമാണ്. But I ran until I was sure that no one in all the armored squadrons could ever catch me. See, armored എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ടതാണ്, മെറ്റാലിക് കവറിങ് ഉള്ള യൂണിഫോം ഇട്ടത്. സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ മിലിറ്ററി യൂണിറ്റ്സ് ആണ്. അപ്പം ഇവൻ ഓടി, എവിടം വരെ ഓടി? ആ ഒരു ആർമേഡ് പോലീസ്മാൻ ഒരിക്കലും അവനെ പിടിക്കില്ല എന്ന് ഉറപ്പുള്ളിടത്തോളം അവൻ ഓടിയാണ്. വിത്ത് ദ സർവേ ഓഫ് എ 10 years, അതിന് പ്രാക്ടിക്കൽ നോളജിനാണ്. സർവേ ഓഫ് എ 10-year-old child, I took another road. Maybe it was because I thought the exam would point the policeman in my direction. See, അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ കസിനെ പോലെ അവന് വിശ്വാസമില്ല, കാരണം പൈസ കിട്ടിയെന്ന് കണ്ടു കഴിയുമ്പോൾ അവനും ഇഷ്ടക്കേടായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞവർ തമ്മിൽ യാതൊരു സ്നേഹവും ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്നാ ചെയ്തു, ഇവൻ ബുദ്ധിപരമായിട്ട് മറ്റൊരു വഴി തിരഞ്ഞെടുക്കുകയാണ്. ആൻഡ് ദെൻ I don't know, I didn't turn around, I just ran and I didn't even think how tired I was. I was a soldier fleeing the sign of the battle I had never been forced to enter. See, അവനെ തന്നെ ഒരു സോൾജിയറായിട്ട് കാണുവാണ്. അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുവാണ്. There was nothing in front of me but to keep running and the world with its shoes was behind me at my heels. See, അപ്പോൾ ഇവൻ ഇങ്ങനെ ഓടുന്നതിൻ്റെ പുറകെ ലോകം മുഴുവൻ ഓടുന്നു എന്നുള്ളൊരു ധാരണയിലാണ് ഇവൻ. ഓട്ടമാണ്, ഒരിക്കലും നിർത്താതെ ഇങ്ങനെ ഓടുവാണ്. ഓക്കെ, ദെൻ I didn't reach home until after dark, and when the door was opened for me, I saw just what I had been expecting. See, അപ്പം കുറച്ച് രാത്രി ആകുന്നോടം വരെ അവൻ വീട്ടിലെത്തിയില്ല. അവൻ പുറത്തൂടെയൊക്കെ കറങ്ങി നടന്നു. എന്നിട്ട് ഇച്ചിരി രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് അവൻ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ഇവൻ പ്രതീക്ഷിച്ചത് തന്നെ കണ്ടു. 17 people waiting in the house for me. They studied me quickly but carefully, and I met their glare from the doorway where I stood. See, 17 ആളുകൾ ഇവൻ ചെല്ലുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവൻ ഇവരെ മൊത്തത്തിലൊന്ന് നോക്കി ഒന്ന് പഠിക്കുകയാണ്. My hand closed around the 5 pounds in my pocket and my feet remained firm on the ground. പക്ഷേ ഇവൻ ആരെയും കൂസാക്കുന്നില്ല. ഇവൻ്റെ കൈ എന്താണ്, പയ്യെ ഒരു 5 pound അവൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ആ പോക്കറ്റിൽ പയ്യെ അവനൊന്ന് തൊടുവാണ്, അതുകൊണ്ടോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് അവനവിടെ മണ്ണിൽ ഉറച്ച് തന്നെ നിൽക്കുവാണ്. ഇസാം വാസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഹിസ് മദർ ആൻഡ് ഫാദർ. സി, ഇസാമിനെ അവിടെ ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ഇസാം ആണെങ്കിൽ ഇവൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഇസാമിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും നടുക്ക് ഇങ്ങനെ നിൽക്കുവാണ്. ഹി വാസ് ഫ്യൂറിയസ്. സി, അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. പല കാരണങ്ങളുണ്ടോ. ഒന്ന്, അവൻ ആ പൈസ കിട്ടിയില്ല. രണ്ടാമത്തേത്, അവനെ അവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ആ വെയിറ്റുള്ള ബാസ്ക്കറ്റ് മുഴുവൻ ഇവനെ കൊണ്ട് തന്നെ ചോദിച്ചു. അങ്ങനെ പല ദേഷ്യങ്ങളുണ്ട്.
മോസ്റ്റ് ലൈക്ലി ദർ ഹാഡ് ബീൻ എ ക്വാറൽ ബിറ്റ്വീൻ ദ ടു ഫാമിലീസ് ബിഫോർ മൈ അറൈവൽ. അപ്പോൾ ഇവൻ കണക്ക് കൂട്ടുവാണ്, മിക്കവാറും ഞാൻ വരുന്നതിനിപ്പുറം രണ്ട് വീട്ടുകാരാണല്ലോ അവിടെ താമസിക്കുന്നത്, രണ്ടുപേരും തമ്മിൽ മുട്ടനടി നടക്കാൻ സാധ്യതയുണ്ട്. ഐ ലുക്ക് to appeal to my grandfather who was sitting in the corner, wrapped up in his neat brown abba and staring at me in amazement. അപ്പം പയ്യെ ഗ്രാൻഡ് ഫാദറിനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ അവിടെ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു അബ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് പോലുള്ളൊരു സംഭവമാണ്, അതിലിങ്ങനെ പയ്യെ ഇങ്ങനെ പുതച്ചിങ്ങനെ ഇരുന്ന് ഇവനെ ഇങ്ങനെ ഭയങ്കര അമേസ്മെൻറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. A wise man, a real man, knows how he is supposed to see the world. The only thing he wanted from the 5 pounds was a really big newspaper that day. See, അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവന് മനസ്സിലായി ഗ്രാൻഡ് ഫാദർ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്, ഒരു ബിഗ് ന്യൂസ് പേപ്പർ മാത്രമാണ്. സി, അതായത് ഇവന് 5 pounds കിട്ടിയപ്പോൾ ഗ്രാൻഡ് ഫാദറിനുള്ള ഒരേ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഗ്രാൻഡ് ഫാദർ ഇവനെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, and then let's see what happens. And I waited impatiently for the argument. Izam, of course, had lied and told them that he was the one who found the 5 pounds and that I forced it from him. Not only that, but that I had made him carry the heavy basket by himself the whole way back home. Didn't I tell you that it was a hostile time? None of us bothered about Izam's protest about whether he was telling the truth or lying. That was something that couldn't matter less. Maybe Izam wasn't lying, but it was certain that no one worried about the truth. Furthermore, here he was content to humble himself to the extent of admitting for the first time that I had hit him and that I was stronger than he was. But what did all of this matter given the really important question? So, അപ്പോൾ അവിടെ ആർഗ്യുമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇസാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ഞാനാണത് കണ്ടുപിടിച്ചത്, എന്നിട്ട് ഇവരെന്നെ മറിച്ചിട്ടിട്ടാണ് അത് എടുത്തത്, അതുപോലെ തന്നെ ഹെവി ബാസ്ക്കറ്റ് എന്നെക്കൊണ്ട് ഇത്രയും ചോമ്പിച്ചു എന്നൊക്കെ പറയാണ്. പക്ഷേ ഈ നറേറ്റർ പറയാണ്, അവൻ സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് അതിനെക്കുറിച്ച് ആരും കെയർ ചെയ്യുന്നില്ല. കാരണം സത്യത്തിനൊന്നും ഒരു വിലയില്ല ആ സമയത്ത്. അതുകൊണ്ട് അവൻ സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് ആരും നോക്കുന്നില്ല. കാരണം എന്താണ്, അവിടെ ആ സത്യത്തിനല്ല വില. അവിടെ എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇനി എങ്ങനെ അടിച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന കാര്യം. Then his father was thinking of something completely different. He was ready to accept half the money and my father wanted the other half. If I succeeded in keeping the whole amount, which was my right, I would have it all. But I gave up this right, then I lose everything and they would split the money. So അപ്പം ഇസാമാണ് ഇത് കണ്ടതെന്നൊക്കെ പറഞ്ഞൊന്ന് അവരുടെ ഫാദേഴ്സ് അവർ തമ്മിൽ കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ ഇസാമിൻ്റെ അച്ഛനും നറേറ്ററിൻ്റെ അച്ഛനും തമ്മിൽ പകുതിക്ക് പകുതി എടുക്കാം എന്നുള്ളൊരു ധാരണയിലെത്തി നിൽക്കുവാണ്. അപ്പം ഇവൻ ആലോചിക്കുവാണ്, നറേറ്റർ ആലോചിക്കുകയാണ്, ഇവൻ പൈസ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ മുഴുവൻ പൈസയും ഇവൻ്റേത് സ്വന്തമാകും, അത് ഇവൻ്റെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പകുത്തു പോകാതിരിക്കാൻ ഇവനത് രക്ഷിക്കാൻ പറ്റുമെന്ന് ഇവൻ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ദെൻ they didn't really know what it meant for a child to have 5 pounds in the pocket in a hostile time. I threatened them all using words I had never used before in my life, threatening to leave home forever. The 5 pounds were mine and only mine. See, അപ്പം ഇവനിങ്ങനെ ആലോചിക്കുകയാണ്, 5 pound എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഇവർക്കൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവനത് കൊടുക്കാൻ തയ്യാറല്ല. ഇവൻ അവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തി, ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്ത പോലെ അവരെയൊക്കെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറയാണ്, ഞാൻ വീട് വിട്ട് തന്നെ പോകും എന്നൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 pound ഇവൻ്റെ സ്വന്തമായിട്ട് അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. Of course, you must know that they were absolutely furious and lost all control. Everybody was against me. First they just warned me, but I was prepared to endure more than that, so they began to hit me. Of course, I couldn't defend myself, and since I was trying as best as I could to protect my pocket with the 5 pounds in it, it was especially hard for me to ward off their well-aimed blows. In the beginning, my grandfather watched the battle excitedly, but then, when it began to lose his interest, he got up and stood in front of them and whispered to me to hold on to him. He proposed a settlement. He said that the grown-ups had no right to the money, but that on the first sunny day, I had to take all the children in the house to some place where we could all spend the money in any way we wanted. So, അതെന്ന് വെച്ചാൽ ഇവൻ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും നിയന്ത്രണം വിട്ടു പോകുവാണ്, എല്ലാവരും അവനെതിരെ തിരിയുവാണ്. അതുപോലെ തന്നെ ആദ്യം അവരവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അത് കഴിഞ്ഞത് കാണുന്നില്ലെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ തല്ലുവാണ്, പൊതിരെ തല്ലുവാണ്. അപ്പം ഒരുപാട് ഇങ്ങനെ തല്ല് പോക്കറ്റിൻ്റെ ഭാഗത്തും നെഞ്ചത്തും എല്ലാമായിട്ട് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഗ്രാൻഡ് ഫാദർ ഇത് കണ്ട് ഇങ്ങനെ എങ്ങനെ അവസാനിക്കുമെന്നുള്ള ഒരു അത്ഭുതത്തോടുകൂടി ഗ്രാൻഡ് ഫാദർ നോക്കി നിന്നു. പക്ഷെ പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട് അയാൾ എഴുന്നേറ്റ് വന്ന് പതിയെ ഇവൻ്റെ മുൻപിൽ നിന്നിട്ട് പറയുകയാണ്, മുതിർന്നവർക്ക് ആർക്കും ഈ പൈസയിൽ അവകാശമില്ല,
ആദ്യത്തെ സണ്ണി ഡേയിൽ, അടുത്ത സണ്ണി ഡേയിൽ നീ ഈ കുട്ടികൾ, അതായത് ഇവനോട് നരേറ്ററിനോട് പറയാണ്, നമ്മുടെ വീട്ടിലെ കുട്ടികളെല്ലാം ഉണ്ടല്ലോ, കുട്ടികളെല്ലാവരെയും കൊണ്ടുപോയി എന്താണ് അവരെവിടെയെങ്കിലും കൊണ്ടുപോയി അവർക്ക് വേണ്ടതൊക്കെ നീ വാങ്ങിച്ചു കൊടുക്കുക 5 പൗണ്ട് കൊണ്ട് എന്നൊരു സെറ്റിൽമെൻറ്റ് വെക്കുവാണ്. I was just about to refuse the proposal when I was struck by something I saw in my grandfather's eyes. I didn't exactly understand that it was. I only felt that he was lying and that he wanted me to keep quiet. See, പക്ഷേ ഗ്രാൻഡ് ഫാദർ പറ്റുകയില്ലാന്ന് പറയാനായിട്ട് ഇവൻ വാ തുറന്നപ്പോഴാണ് ഇവൻ ഗ്രാൻഡ് ഫാദറിൻ്റെ കണ്ണുകൾ കണ്ടത്. ഗ്രാൻഡ് ഫാദർ പതിയെ കണ്ണുകൊണ്ട് ഇവനെ ഒരു ആംഗ്യം കാണിക്കുകയാണ്. എന്താണ് ആംഗ്യം കാണിക്കുന്നത്? ഇയാൾ പറയുന്നത്, ഗ്രാൻഡ് ഫാദർ പറയുന്നത്, ഇപ്പോൾ തൽക്കാലത്തേക്ക് സമ്മതിക്കുക, മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞ് അതായത് ഈ പറഞ്ഞൊന്നുമല്ല ഗ്രാൻഡ് ഫാദറിൻ്റെ പ്ലാൻ എന്ന് അവന് മനസ്സിലാവുകയാണ്. You know that a child of 10 in a hostile term can't understand things the way an old man like a grandfather can, but that's what happened anyway. He wanted his newspaper every day for a whole week and he was trying to appease me whatever the price. അതായത് ഗ്രാൻഡ് ഫാദർ ആ ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി പറഞ്ഞൊരു ന്യായം മാത്രമാണ്. ഗ്രാൻഡ് ഫാദറിന് യഥാർത്ഥത്തിൽ വേണ്ട എന്താണ്? എല്ലാ ദിവസവും, ഒരാഴ്ചയിലെ എല്ലാ ദിവസവും അയാൾക്ക് ന്യൂസ് പേപ്പർ വേണം. അതാണ് ഗ്രാൻഡ് ഫാദർ വെക്കുന്ന ഡിമാൻഡ്. ഓക്കെ, സോ വി കെയിം ടു ആൻ അഗ്രിമെൻറ്റ് ദാറ്റ് ഈവനിങ് ബട്ട് ഐ നോ ദാറ്റ് ഇറ്റ് വുഡൻ എൻഡ് ദെയർ. സോ ഇയാളും ഗ്രാൻഡ് ഫാദറും തമ്മിൽ, ഈ നറേറ്ററും ഗ്രാൻഡ് ഫാദറും തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ എത്തുകയാണ്. പക്ഷേ അത് അവസാനിക്കില്ല എന്ന് നമ്മുടെ നറേറ്ററിന് മനസ്സിലായിരുന്നു. ഐ വുഡ് ഹാവ് ടു guard the 5 pounds every instant, night and day, and I had to keep off the other children. I also had to resist all my mother's attempt to bribe me when she could never refrain from. She told me that evening that 5 pounds would buy 2 rotis or rolls of meat, a new shirt for me, or medicine if it were needed, or books, since they were thinking of sending me to school next summer. But what was the use of all this talk? It was as though she wanted me to stop and clean my shoes while running between the ഗൺ ഷോട്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇയാൾക്ക് ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിയെങ്കിലും ഇവർ നന്നായിട്ട് മനസ്സിലായി ഇവർ എത്രയും പെട്ടെന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ എല്ലാം തട്ടിയെടുക്കാനായിട്ടാണ് നോക്കുന്നത് എന്ന് ഇവന് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അതിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയാണ്. ആ പൈസയെ അവൻ്റെ അമ്മ പോലും അവനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ മനസ്സ് മാറ്റാൻ നോക്കുവാണ്. ഷർട്ട് മേടിച്ച് തരാം, ഡ്രസ്സ് മേടിച്ച് തരാം, ബുക്ക് മേടിക്കാം, അവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചെടുക്കാനായിട്ട് ഓരോ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാണ്. I don't know exactly what I was going to do, but all of the following week I managed to hold the other children off with 1,000 lies, which of course they knew were lies, but they never said anything about it. There was no virtue here. You knew it was a different question and revolved around only one kind of virtue, 5 pounds. അപ്പം അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലെല്ലാം എന്താണ് ഓരോരോ നുണകൾ പറഞ്ഞ് ഇവൻ ആ പൈസ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണ്, ആർക്കും കൊടുക്കുന്നില്ല. കാരണം അവിടെ നുണയ്ക്കാണ് പ്രാധാന്യം, അല്ലാതെ സത്യസന്ധതയ്ക്ക് യാതൊരു വിലയുമില്ലാത്തൊരവസ്ഥയാണ്. My grandfather, however, understood matters and he wanted his newspaper at a fair price for his role in the whole story. When a week had gone by, he began to grumble. He knew he had to know it, since the truth doesn't escape an old man like him, that I wasn't going to buy him his newspaper. He felt that he had lost his opportunity, but he didn't do anything to recover it. See, അപ്പം ഗ്രാൻഡ് ഫാദറിനും പതിയെ മനസ്സിലായി, ഒരാഴ്ചയായിട്ട് ഇവൻ ന്യൂസ് പേപ്പർ ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് മനസ്സിലായി ഇവനാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് സാധ്യതയില്ല, അയാൾക്ക് ആ പൈസ കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഗ്രാൻഡ് ഫാദറിന് മനസ്സിലാവുകയാണ്. By the time another 10 days had gone by, everyone believed that I had spent the 5 pounds and that the hand is kept in my pocket was holding on to nothing, but that it was all a trick. But my grandfather knew that the 5 pounds were still in my pocket, and that night, in fact, he got up and tried to take it while I was sleeping. And I woke up, however, and he went back to his bed to sleep without a bird. See, അപ്പം മുതിർന്നവർ അധികം താമസിക്കാതെ വിശ്വസിച്ചു ഇവൻ ചുമ്മാ പറ്റിക്കാനായിട്ട് പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നതാണ്, ഇവൻ്റെ കയ്യിലെ പൈസയൊക്കെ തീർന്നു, അവനത് ഉപയോഗിച്ച് കാണുമെന്നൊക്കെ മുതിർന്നവർ വിശ്വസിച്ചു. പക്ഷേ ഗ്രാൻഡ് ഫാദർ വിശ്വസിച്ചില്ല. അയാൾ ഒരു ദിവസം രാത്രിയിൽ ഈ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാനായിട്ട് വരുവാണ്. പക്ഷേ പെട്ടെന്ന് ഈ കുട്ടി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും അയാൾ പിന്നെ കിടക്കാനായിട്ട് പോകുവാണ്. I told you it was a hostile time. My grandfather was sad because he didn't get his newspaper, not because I broke a promise that had been mutually agreed to. He understood it was a hostile time, and so for the next 2 years he didn't scold me for whatever I did. In the meantime, Izam forgot the story too. Deep inside him, like any unruly child, he understood exactly what had happened. We continued our daily trips to the vegetable market. So, പതിയെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും പഴയ ജീവിതത്തിലോട്ട് വരുവാണ്. അപ്പോൾ അങ്ങനെ ഇസാമും ഈ കുവിനും കൂടെ പഴയ പോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റിലോട്ട് പോകുവാണ്. അതുപോലെ തന്നെ എന്താണ് പിന്നെ ഇതുപോലെ വി ആർഗ്യൂഡ് ലെസ് ദാൻ അറ്റ് എനി ടൈം അതർ ബിഫോർ വി സ്പോക്ക് ലിറ്റിൽ.
It seemed that something a strange wall suddenly went up within him. It was still a hostile time. I was the one who breathed a sigh of relief. I don't know. It seemed that something else was in there. See, അപ്പോൾ പതിയെ എന്താണ്, പക്ഷേ അവർ പഴയ പോലെ തന്നെ മാർക്കറ്റിലൊക്കെ പോകാൻ തുടങ്ങി. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഇവർ തമ്മിൽ എന്തോ ഒരു അകൽച്ച വന്നിട്ടുണ്ട്. പിന്നെ അവനത് കാര്യമാക്കില്ല, കാരണം അപ്പോഴത്തെ ഒരു ഹോസ്റ്റൈൽ ടൈമാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അയാളത് ഈ നമ്മുടെ നറേറ്റർ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. I remember that I kept the 5 pounds in my pocket for 5 weeks. I was looking for the right moment when the hostile time would be over. But whenever this was about to happen, it seemed as if we were getting deeper into hostilities rather than out of it. So, അവൻ്റെ പോക്കറ്റിൽ ആ 5 പൗണ്ട് 5 ആഴ്ചകളോളം അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു കാലഘട്ടമൊക്കെ ഒന്ന് മാറാനായിട്ട് അവൻ നോക്കിയിരിക്കുകയായിരുന്നു. അന്ന് കഴിഞ്ഞ് അത് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. How can I possibly understand that? I had the 5 pounds, but something kept me from using it. As long as it was in my pocket, it seemed to me like a key that I had held in the palm of my hand, one that I could use at any time to open the door and walk out. But whenever I got close to the lock, I smelled it. Still another hostile time behind the door, further away, like going back once more to the beginning. See? അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇവനെടുത്തത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അവനത് ഉപയോഗിക്കാതെ അത് സൂക്ഷിച്ചു വെച്ചു. എന്തെങ്കിലും ഒരു കാലത്ത് എന്താണ് അവന് ഈ യുദ്ധവും ഇതൊക്കെ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്ക് അവനത് ഉപയോഗിക്കാമെന്നും എപ്പോൾ വേണമെങ്കിലും അതൊരു അവനൊരു വാതിലായിട്ട് അത് ആക്ട് ചെയ്യുന്നു, അവനത് ഉപയോഗിക്കാമെന്നും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്ഷെ ഒരിക്കലും അവനത് ഉപയോഗിക്കേണ്ടി വന്നില്ല, കാരണം എപ്പോഴും അവനൊരു പേടിയായിരുന്നു. അത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു, അതായത് അവൻ്റെ ആ സാധനം വെറുതെ ആയി പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. What followed is not important. I went one day with Isam to the market. While I was trying to grab a bunch of chard that was in front of the wheel of the truck slowly started to move. At the last minute, I slipped and fell underneath it. It was really lucky that the wheels didn't go over my legs but stopped just as they hit them. In any case, I regained consciousness in the hospital. The first thing I did, as you must have guessed, was to look for the 5 pounds, but it wasn't there. So, പിന്നീട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഇതുപോലെ മാർക്കറ്റിൽ പോയൊരു ട്രക്കിൻ്റെ കീഴിൽ നിന്ന് ഒരു ബഞ്ച് ഓഫ് ചാർ എടുക്കാനായിട്ട് ഇവൻ ശ്രമിക്കുമ്പം ആ ട്രക്ക് പതിയെ മൂവ് ചെയ്യുവാണ്. അപ്പോൾ പതിയെ അവസാന നിമിഷത്തിൽ ഈ പയ്യൻ തെന്നി വീഴുവാണ്, ട്രക്കിൻ്റെ അടിയിൽ പോവുകയാണ്. പക്ഷെ ഭാഗ്യത്തിന് അവൻ്റെ കാലിലൂടെ ഒന്നും കയറി ഇറങ്ങുന്നില്ല, ജസ്റ്റ് ഒന്ന് തട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബോധം പോകും. പിന്നെ ബോധം തെളിയുന്നത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവൻ ആദ്യം തന്നെ പോക്കറ്റിലോട്ടാണ് നോക്കിയത് 5 പൗണ്ട്സ്, പക്ഷേ അതവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് 5 പൗണ്ട്സ് പോവുകയാണ്. I think it was Isam who took it when he was with me in the car on the way to the hospital. But he didn't say and I didn't ask. We just looked at each other and understood. I wasn't angry because it had been fun and I hadn't shed my blood to take the 5 pounds. I was only sad that I lost it. You won't understand. It was a hostile time. ഓക്കെ, അപ്പം ഇവന് ഏകദേശം മനസ്സിലായി ഇസാം തന്നെയായിരിക്കും അത് എടുത്തത്. കാരണം കാറിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് പോക്കറ്റിൽ കൈയിട്ട് എടുത്തതായിരിക്കാം, ബോധമില്ലായിരുന്നു ഇപ്പം. പക്ഷേ ഇവൻ ചോദിക്കാനോ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇസാം അതിന് മറുപടിയും പറയാൻ നിന്നില്ല. അവന് ദേഷ്യമൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഒന്നും അധ്വാനിക്കാതെ വെറുതെ കിട്ടിയ പൈസയാണ് അത്. പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ അവൻ ആശ്വസിക്കുവാണ്, ഇതൊരു ഹോസ്റ്റൈൽ ടൈമല്ലേ, അപ്പോൾ ഇപ്പം അവൻ്റെ ഭാഗ്യം കൊണ്ട് അവനത് കിട്ടി എന്ന് മാത്രം ഇവൻ ആശ്വസിക്കുവാണ്. Okay, so this is the story and the title is what a child goes to the camp എന്നുള്ളതാണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ ടൈറ്റിൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, യുദ്ധം എന്ന് പറയുന്നത് ഒരാളുടെ റെഫ്യൂജി ആയിട്ടിരിക്കുമ്പം അത് അവരുടെ മാനസിക സ്ഥിതിയെയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും അവരുടെ ചിന്താഗതികളെയൊക്കെ മാറ്റി മനുഷ്യത്വം ഇല്ലാത്തവരാക്കി മാറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ താങ്ക് യു.